നിന്റെ സ്നേഹത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദാവീദ് രാജാവിനോട് ഇത്ഥായി പറഞ്ഞ ഒരു വാക്ക് ഇത്ഥായിയുടെ ജീവിതത്തിലെ മാറ്റിമറിക്കാൻ പോകുന്ന വാക്കായിരുന്നു. ദാവീദ് ഇസ്രായേൽ സൈന്യത്തെ മൂന്നായിട്ട് വിഭജിക്കുമ്പോൾ ആ മൂന്ന് സൈന്യത്തിന്റെ സേനാധിപന്മാരിൽ ഒരാളായി ഇത്ഥായിയെ ദാവീദ് നിയോഗിച്ചതിന് പിന്നിൽ ഒരേ ഒരു കാര്യം മാത്രമേയുള്ളൂ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞപ്പോ ആ മനുഷ്യപുത്രന്മാരിൽ ഒരാളായി വിശ്വസ്തയോടെ നിൽക്കാൻ ഇത്ഥായി ശ്രമിച്ചതിനുള്ള പ്രതിഫലമായിരുന്നു അത്. ദൈവം നോക്കുന്നത് വിശ്വസ്തയോടുകൂടെ എല്ലാവരും പിൻവലിഞ്ഞു പോകുമ്പോൾ നിനക്ക് നിൽക്കാനായി ദൈവസന്നിധിയിൽ നിൽക്കാനായി കഴിയുന്നുണ്ടോ എന്നതാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ പ്രതിസന്ധികളിൽ ദൈവത്തെ വിട്ടുമാറാതെ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് പ്രതിഫലം തന്നിരിക്കും. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള റിവാർഡ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അധികാര സ്ഥാനത്ത് ജീവിതത്തെ മാനിക്കുന്ന രീതിയിൽ തലമുറകളിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരങ്ങൾക്കുള്ളിൽ നൽകും.